ഗൈസ്, നമ്മളിപ്പോൾ മുരുടേശ്വര ക്ഷേത്രത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മളൊരു വൈകിട്ട് 4:30 കൂടിയാണ് കേട്ടോ മുരുടേശ്വരം എത്തിയത്. പിന്നെ ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി. അവിടെ ദേ ശിവഭഗവാന്റെ ഒരു വലിയ ബിംബമാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ ചെല്ലുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അകത്ത് അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ടോക്കൺ എടുക്കണം. ഒരാൾക്ക് 30 രൂപ വെച്ചാണ് കേട്ടോ ടോക്കൺ. അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ഗുഹ പോലെയാണ് കേട്ടോ. അവിടെ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അവതാരങ്ങളെ ഇങ്ങനെ ശിലകളായിട്ട് എല്ലാം കൊത്തിവെച്ച് പ്രതിമ പോലെയൊക്കെയാണ്. അതിനെപ്പറ്റിയുള്ള ഓരോ ഇൻട്രൊഡക്ഷൻ അവിടെ മൈക്കിലൂടെ ഇങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഓരോ കഥകളുടെ ഭാഗങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല ഭംഗിയാണ് അകത്ത് കയറി. ഞങ്ങളെല്ലാവരും നമുക്ക് ടച്ച് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ അതിനകത്ത്. നമുക്കിങ്ങനെ അതിൻ്റെ അടുത്ത് കൂടി പോകാം. അങ്ങനെ നമ്മൾ എല്ലാം കണ്ടു. അപ്പോഴേക്കും പുറത്ത് ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റില്ല. ശരിക്കും ഒരു ഗുഹയ്ക്കുള്ളിലാണ് നമ്മളിപ്പോൾ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടിരിക്കാണ്ട്. ആദ്യമായിട്ട് കേട്ടോ ഞങ്ങൾ അതിൻ്റെ അകത്ത്, ഞങ്ങൾ അതിന് മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും നമുക്കന്ന് അകത്ത് കയറാൻ പറ്റിയില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അകത്ത് കയറുന്നത്. നമ്മളെല്ലാം കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് നല്ല മഴയായിരുന്നു. ആരുടെയും കയ്യിൽ കുടയും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് വന്ന മഴയായതുകൊണ്ട് എല്ലാവരും അവിടെ തമ്പടിച്ചേക്കൊണ്ട് നല്ല തിക്കും തിരക്കുമായിരുന്നു. അവിടെ എല്ലാവരും അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, തമ്പടിച്ചേക്കാണ്. ഇപ്പോൾ കണ്ട മഴ പെയ്ത സ്ഥലമാണെന്ന് കണ്ടാൽ തോന്നില്ല. പെട്ടെന്ന് തന്നെ ആ മഴ മാറി. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ കിടന്ന് ചുറ്റിനും കടലിന് ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത്. നമുക്ക് അവിടെ നിന്ന് കടലിൻ്റെ വ്യൂസൊക്കെ കാണാം. എല്ലാവരും പുറത്തൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഒരു പ്രത്യേക ഒരു കാഴ്ച കണ്ടു. നല്ല അതിമനോഹരമായ കാഴ്ച. എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. കുട്ടികളുടെ തലയിൽ നിറയെ മുല്ലപ്പൂവാണ് കേട്ടോ. മുരുടേശ്വര തൊഴുതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും